അലി അക്ബർ പറയുന്നത് അദ്ദേഹം ഇത് സംബന്ധിച്ച് വളരെ കൃത്യമായി അന്വേഷണം നടത്തി. സുകുമാരക്കുറുപ്പ് മരിച്ചിട്ടില്ല എന്ന് അദ്ദേഹത്തിൻ്റെ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ട് അദ്ദേഹം സർക്കാരിന് ക്രൈംബ്രാഞ്ചിന് റിപ്പോർട്ട് കൊടുത്തു. പക്ഷേ ചില രാഷ്ട്രീയ സ്വാധീനങ്ങളുടെ ഭാഗമായി ആ റിപ്പോർട്ട് സർക്കാർ പൂഴ്ത്തി, പോലീസ് പൂഴ്ത്തി എന്നാണ് അലി അക്ബർ എന്ന് പറയുന്ന മുൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്നത്. മാത്രമല്ല 2017 സുകുമാരക്കുറുപ്പിൻ്റെ സാന്നിധ്യം കേരളത്തിലുണ്ടായിരുന്നു. സുകുമാരക്കുറുപ്പ് കേരളത്തിൽ വന്നു എന്ന് മാത്രമല്ല, സ്വന്തം മകളുടെ വിവാഹത്തിന് പങ്കെടുത്തു. തൻ്റെ വീട്ടുകാരുമായി സുകുമാരക്കുറുപ്പിന് കമ്മ്യൂണിക്കേഷനുണ്ട്. അയാൾ ഒരു ചൈനയിലുള്ള ചില സുഹൃത്തുക്കളുമായി ചേർന്നിട്ട് ഒരു കൺസ്ട്രക്ഷൻ കമ്പനി നടത്തുകയാണ് ബ്രൂണയിൽ എന്നുള്ള വിവരങ്ങൾ തനിക്കറിയാമായിരുന്നു എന്നുള്ള വെളിപ്പെടുത്തലാണ് ഇപ്പോൾ അലി അക്ബർ നടത്തിയിരിക്കുന്നത്. ഇത് പുതിയ വിവരമല്ല. അലി അക്ബറിന് നേരത്തെ തൻ്റെ വിവരം ഉണ്ടായിരുന്നു. അലി അക്ബർ അതിൻ്റെ പിന്നാലെ പോയിട്ട് കണ്ടെത്തിയ കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതെന്നാണ് ഈ മാധ്യമങ്ങൾ അവകാശപ്പെടുന്നത്. ഏതായാലും സുകുമാരക്കുറുപ്പ് വാർത്തയായി. ഇപ്പോൾ ഇത് സംബന്ധിച്ച് ഇന്നലെ സത്യത്തിൽ അത് ക്രൈംബ്രാഞ്ചിനൊരു വലിയ തിരിച്ചടിയായി. കാരണം ഇയാൾ മരിച്ചുപോയി എന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്ത ക്രൈംബ്രാഞ്ച് വെട്ടിലായി. ക്രൈംബ്രാഞ്ച് തലവനെ DGP വിളിച്ചു വരുത്തി സംസാരിച്ചു. ഇന്നലെ രാത്രി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുമായിട്ട് സംസാരിച്ചു. ഇനിയിപ്പോൾ ഇങ്ങനെ ഒരാൾ വന്നിരിക്കുന്നു, അയാൾ ബ്രൂണയിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ സുകുമാരക്കുറുപ്പ് വാറണ്ട് പ്രതിയാണ്. ബ്രൂണയിലുള്ള ആൾ അത് തൃശ്ശൂർക്കാരനാണ് എന്നൊരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. മറ്റൊരു തൃശ്ശൂർക്കാരനാണ് എന്ന് പറഞ്ഞ് ഐഡൻറ്റിഫൈ ചെയ്തു എന്നുള്ള സ്ഥിരീകരിക്കപ്പെട്ടത് അവിടാത്തൊരു വിവരം കൂടിയുണ്ട്. ഇയാൾ ആരാണെന്ന് കണ്ടെത്തണം. നമ്മുടെ ക്രൈംബ്രാഞ്ചിന് ബ്രൂണയെ പോയി അന്വേഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ക്രൈംബ്രാഞ്ചിനോട് CBIയുടെ സഹായം തേടാൻ സംസ്ഥാന സർക്കാർ, സംസ്ഥാന ആഭ്യന്തര മന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ വാർത്ത വരുന്നത്. CBI ഇൻ്റർപോളിൻ്റെ ഭാഗമാണ്. CBIക്ക് ന്യായമായും ഇൻ്റർപോളിനോട് ആവശ്യപ്പെടാം. ഇൻ്റർപോൾ ബ്രൂണയിലുള്ള അവരുടെ കൺസേൺഡ് ഏജൻസിയുമായി ബന്ധപ്പെട്ട് ഇയാളെ വെരിഫൈ ചെയ്യാം, DNA ടെസ്റ്റ് നടത്താം, പാസ്പോർട്ട് പരിശോധിക്കാം. അങ്ങനെ സുകുമാരക്കുറുപ്പാണോ ബ്രൂണയിൽ ഉള്ളത് എന്ന് നമുക്ക് താമസം വിന അറിയാൻ കഴിഞ്ഞേക്കും.